അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 47-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ ഹിജ്റ കഴിഞ്ഞുള്ള മദീന പ്രവേശനത്തെ സംബന്ധിച്ചാണ്. അതിൽ മദീനയിൽ എത്തിയ ഉടനെ തന്നെ ഉള്ള അനുഭവങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ആദ്യത്തെ സംഭാഷണങ്ങളെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ഒരു സംസാരത്തിനെല്ലാം ശേഷം റസൂലുള്ളാഹിൻ്റെ നാക്ക, ഒട്ടകം, ഖസ്വ എന്ന പേരിൽ അറിയപ്പെടുന്ന റസൂലുള്ളാഹിൻ്റെ ഒട്ടകം മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ വീടിൻ്റെ അല്ലെങ്കിൽ ഓരോ ഗോത്രക്കാരുടെ പ്രവിശ്യയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലും അവരോരോ ആളുകളും ഒരുപോലെ ആശിക്കുകയാണ് റസൂലുള്ളാഹിനെ തങ്ങളുടെ അതിഥിയായിട്ട് ലഭിച്ചിരുന്നെങ്കിലെന്ന് അവർ ആശിക്കുകയാണ്. അതിൽപ്പെട്ട ചില ആളുകൾ ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വലിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖല്ലു സബീലഹ ഫഇന്നഹാ മഅ്മൂറ, ആ കയറ് നിങ്ങൾ വിട്ടേക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരമാണ് സഞ്ചരിക്കുന്നത്. അതിലുള്ള യുക്തിയെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു. ആ രൂപത്തിൽ മുന്നിലുള്ള ആളുകൾക്ക് ആശയും പിന്നിലുള്ള ആളുകൾക്ക് നിരാശയും നൽകിക്കൊണ്ട് ഒട്ടകം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം അത്യാകാംക്ഷയോടുകൂടെ അത് എവിടെയാണ് ഇരിക്കുക എന്ന ആകാംക്ഷയോടുകൂടെ നോക്കിയിരിക്കുകയാണ്. അവസാനം ഒട്ടകം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ പറമ്പിൽ പോയിട്ട് ഒട്ടകം മുട്ടുകുത്തിയിരിക്കുകയാണ്. ആ ആളുകൾ ആ സന്ദർഭത്തിൽ തക്ബീർ മുടക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സ്വഹീഹ് ബുഖാരിയുള്ള ഹദീസ് മുന്നോട്ട് വായിച്ചാൽ കാണാൻ സാധിക്കും, ആ ഒട്ടകം മുട്ടുകുത്തിയിരുന്ന ആ പറമ്പ് അവിടെ ഖസ്റജിലെ ബനൂ നജാർ ഗോത്രത്തിൽപ്പെട്ട രണ്ട് അനാഥ ബാലന്മാരുടെ, സഹല് സുഹൈൽ എന്നറിയപ്പെടുന്ന രണ്ട് ബാലന്മാർ അവകാശപ്പെടുന്ന ഒരു പറമ്പിലാണ് ഒട്ടകം പോയിട്ട് ഇരുന്നിട്ടുള്ളത്. അത് അവർ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത്. അക്കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ഈത്തപ്പഴം ഉണക്കാനിട്ടിരുന്ന, അതായത് കാരക്കക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ചില സന്ദർഭത്തിൽ അവർ നമസ്കാര ആവശ്യത്തിന് വേണ്ടിയും ആ സ്ഥലം ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം ഇരുന്ന സന്ദർഭത്തിൽ ആരുടേതാണ് ഈ സ്ഥലം എന്ന് റസൂലുള്ളാഹി അന്വേഷിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ആ സ്ഥലം താല്പര്യമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഈ രണ്ട് ബാലന്മാർ, സഹല് സുഹൈൽ എന്നറിയപ്പെടുന്ന രണ്ട് ബാലന്മാർ, അവർ അത്യധികം സന്തോഷത്തോടു കൂടെ മുന്നോട്ട് വന്നത് സൗജന്യമായിട്ട് റസൂലുള്ളാഹിക്ക് നൽകാൻ വേണ്ടി അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ വാങ്ങാൻ റസൂലുള്ളാഹി വിസമ്മതിക്കുകയാണ്. വില നൽകിയിട്ട് മാത്രമേ അത് സ്വീകരിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഠിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ ഹിജ്റയുടെ യാത്രാരംഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗജന്യമായിട്ട് ആ വാഹനത്തെ, അതായത് ആ ഖസ്വയെ നൽകിയ സന്ദർഭത്തിലും റസൂലുള്ളാഹി അത് വില നൽകി മാത്രമേ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി ശഠിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ സ്ഥലത്തിന് വേണ്ട വില നൽകി റസൂലുള്ളാഹി ആ സ്ഥലം പർച്ചേസ് ചെയ്യാൻ. ആ സ്ഥലം വാങ്ങിയതിൻ്റെ ഉദ്ദേശം അവിടെ ആദ്യമായിട്ടൊരു ഒരു പള്ളി, ആ പള്ളിയോട് ചേർന്ന് റസൂലുള്ളാഹിക്ക് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി ആ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് പിന്നീട് നമ്മൾ കടന്നു വരും. ഈ ഒരു പോയിന്റ്, ഈ വാങ്ങിയ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പം ഏതായിരുന്നാലും ആ പള്ളിയും അതേപോലെ റസൂലുള്ളാഹിക്ക് വീടെല്ലാം നിർമ്മിക്കുന്ന അത്രയും സമയം റസൂലുള്ളാഹി എവിടെയെങ്കിലും താമസിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ആളുകളെല്ലാം റസൂലുള്ളാഹിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സ്ഥലം വാങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അയ്യു ബുയൂത്തി അഹ്ലിഹ അഖ്റബ്, അതായത് ഈ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്തോട് ഏറ്റവും അടുത്തുള്ള വീട് ആരുടേതാണ്? അതാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. അതായത് ആ വാങ്ങിയിട്ടുള്ള ഗ്രൗണ്ടിന്റെ നേരെ അടുത്തുള്ള വീട്, അവിടെയാണ് റസൂലുള്ളാഹി ഇനിയുള്ള ദിവസം താമസിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ലൊക്കേഷന്റെ ആ മാപ്പെല്ലാം അവസാനം ഞാൻ കാണിക്കുന്നതാണ്. ആ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന വീട് ഖാലിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അദ്ദേഹം ഖസ്റജിലെ ബനൂ നജാർ ഗോത്രത്തിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. ആ പേരിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളുന്നില്ല. അദ്ദേഹത്തിന്റെ കുനിയ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീടാണ് നേരെ മുന്നിലുള്ളത്. അദ്ദേഹം നമുക്കറിയാം, രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് നൽകി നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം, ബനൂ നജ്ജാർ എന്നുള്ളത് റസൂലുള്ളാഹിന്റെ ബന്ധുക്കൾ കൂടെയാണ്. റസൂലുള്ളാഹിന്റെ വല്ലിപ്പമാരിൽ ഒരാളായിരുന്ന ഹാഷിം, റസൂലുള്ളാഹിന്റെ ഗോത്രം ബനൂ ഹാഷിമാണ്. ആ ഹാഷിം വിവാഹം, നേരത്തെ ഹാഷിം അവിടെ വെച്ചുകൊണ്ട്, അതായത് മദീനയിലുള്ള ബനൂ നജ്ജാറിൽപ്പെട്ട ഒരു സ്ത്രീയെ, സൽമ എന്നറിയപ്പെടുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ആ ഹാഷിം സൽമ ദമ്പതികൾക്ക് പിറന്നു വീണ സന്താനായിരുന്നു റസൂലുള്ളാഹിന്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്. പലതവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റസൂലുള്ളാഹിന്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് ജനിച്ച് വളർന്ന് കളിച്ച ആ ഒരു വീട്, ഒരുപക്ഷെ ആ ലൊക്കേഷൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വീട്ടിൽ, അല്ലാഹു അലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് മദീനയിൽ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്.
അപ്പം തൻ്റെ വീട്ടിലേക്കാണ് റസൂലുള്ള വരാൻ പോകുന്നതെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനുണ്ടായ സന്തോഷം അത് വാക്കുകൾക്ക് അതീതായിരുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വീട് തനിക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അദ്ദേഹം പോയി വീടെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് റസൂലുള്ളാഹിന്റെ യാത്രാ സാമഗ്രികൾ, അതായത് ആ ലഗേജ് എല്ലാം എടുത്ത് അദ്ദേഹം റസൂലുള്ളാഹിനെ കൂട്ടി വീട്ടിലേക്ക് നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലോകത്തുള്ള സർവ്വനിധികളും എൻ്റെ കയ്യിൽ ലഭിച്ച അനുഭൂതിയായിരുന്നു ആ സന്ദർഭത്തിലുണ്ടായിരുന്നത്. കാരണം റസൂലുള്ളാഹിനെയാണ് അദ്ദേഹത്തിന് അതിഥിയായിട്ട് ലഭിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട് തെറ്റില്ലാത്തൊരു വീടാണ്, 2 നില വീടാണ്. 2 നില എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് കെട്ടിടത്തെ ഒന്നും മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതായത് ഈത്തപ്പന തടി കൊണ്ട് നിർമ്മിച്ച 2 നിലകളുള്ള വീടാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് താമസിക്കാൻ വേണ്ടി അദ്ദേഹം വീടിൻ്റെ മുകൾ ഭാഗത്താണ് അദ്ദേഹം സൗകര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി വീടിൻ്റെ അടുത്തെത്തി. റസൂലുള്ളാഹി മുകൾ ഭാഗത്താണ് സൗകര്യം ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി വീടിൻ്റെ താഴെ നിലയിൽ താമസിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ താഴത്തെ നിലയിലാണ് താമസിക്കുന്നത് നല്ലത്. കാരണം പകൽ സമയത്ത് എനിക്കൊരുപാട് സന്ദർശകർ, അതായത് ഒരുപാട് ഗസ്റ്റ് എല്ലാം എനിക്ക് വരുന്നതാണ്. അപ്പം തുടരെ ഇതേ രൂപത്തിൽ സന്ദർശകർ വരുന്നതും പോകുന്നതെല്ലാം വീട്ടുകാരായിട്ടുള്ള നിങ്ങൾക്കത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അവരുടെ ആ പ്രൈവസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വീടിൻ്റെ താഴെ ഭാഗം സംരക്ഷിക്കുക, അല്ലെങ്കിൽ താഴെ ഭാഗം താമസിക്കാൻ വേണ്ടി റസൂലുള്ളാഹി താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഇഷ്ടം അതാണെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീടിൻ്റെ താഴെ നില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാൻ വേണ്ടി തയ്യാറാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വീടിൻ്റെ താഴ്ഭാഗത്ത് റസൂലുള്ളാഹി താമസം ആരംഭിക്കുകയാണ്. അങ്ങനെ ആ രാത്രി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം അത്യധികം സന്തോഷവാനാണ്. കാരണം വീടിൻ്റെ താഴ്ഭാഗത്ത് അതിഥിയായിട്ട് ലഭിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം റസൂലുള്ളാഹിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഉദിച്ചു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ വായിക്കാൻ സാധിക്കും, ഫൻതബഹ അബൂ അയ്യൂബ് ലൈലത്തൻ. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത കയറി വന്നു. അദ്ദേഹം ഉടനെ തന്നെ കൂടെ കിടക്കുന്ന ഭാര്യ ഉമ്മു അയ്യൂബുമായിട്ട് അദ്ദേഹം അത് പങ്കുവച്ചു. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നമ്മൾ എന്ത് പണിയാണ് ചെയ്തത്? നമ്മൾ ചെയ്തത് ശരിയായില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലാണ് നമ്മൾ വസിക്കുന്നത്. അതുമാത്രമല്ല, നംഷി ഫൗഖ റഅസി റസൂലുള്ളാഹ്, നമ്മൾ റസൂലുള്ളാഹിന്റെ തലക്ക് മീതെയാണ് നമ്മൾ കാല് വെച്ച് നടക്കുന്നത്. അതെത്ര വലിയ അദബുകേടാണ്. അത് കേട്ട ഉടനെ തന്നെ ഭാര്യയ്ക്കത് ശരിയാണെന്ന് തോന്നി. അവർ 2 ആളുകളും അങ്ങേയറ്റം അസ്വസ്ഥരായി. അത് മാത്രമല്ല, അവർ കിടക്കുന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ ചുമരിനോട് അവർ ചേർന്ന് കിടന്നു അതിലൂടെ നടക്കാൻ ശ്രമിച്ചു. കാരണം താഴെ റൂമിന്റെ മധ്യഭാഗത്തായിട്ടാണ് റസൂലുള്ളാഹി കിടക്കുന്നത്. അപ്പോൾ ആ മധ്യഭാഗത്ത് അവർ കാല് വെക്കാതെ ആ ചുമരിന്റെ അരികിലൂടെ നടന്ന് അവിടെ അവർ രാത്രി കിടന്നുറങ്ങിയെന്നുള്ള. ആ രാത്രി എങ്ങനെയൊക്കെ അവർ തള്ളി നീക്കി. പ്രഭാതമായ സന്ദർഭത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. ഓ പ്രവാചകർ, ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി എന്തു പറ്റി? അപ്പം അദ്ദേഹം കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ അയ്യൂബ്, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും താമസിക്കാൻ അനുയോജ്യം താഴ്ഭാഗമാണ്. കാരണം പകല് നിരവധി സന്ദർശകരായിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം തുടരെ സന്ദർശകർ വരുന്നതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ താഴെ തന്നെ താമസിച്ചോളാം എന്ന് റസൂലുള്ളാഹി പറയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അതാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ മനസ്സോട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അത് സമ്മതിച്ചു എന്നുള്ള. പിന്നീട് ഒരല്പ ദിവസങ്ങൾക്ക് ശേഷം അടുത്ത സംഭവം സ്വഹീഹ് മുസ്ലിമിലും സീറത്ത് ഇബ്നു ഹിശാമിലല്ല അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തന്നെ പറയാണ്, അങ്ങനെ ഒരു ദിവസം കൊടും തണുപ്പുള്ള അതിശൈത്യമുള്ള ഒരു രാത്രി ഞങ്ങൾ മേലെ ഉറങ്ങാണ്. രാത്രി എനിക്ക് ദാഹം അനുഭവപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ്. ആ സന്ദർഭത്തിൽ ഇരുട്ടായിരിക്കണം. എൻ്റെ കൈ തട്ടി ആ വെള്ളത്തിൻ്റെ ആ പാത്രം, ആ മൺപാത്രം നിലത്തേക്ക് വീണു. ആ നിലത്ത് വീണ് ആ മൺകൂജ പൊട്ടി. അപ്പം അതിലുള്ള വെള്ളം മുഴുവൻ തറയിലേക്ക് ചിന്തി എന്നുള്ള. തറ എന്ന് പറയുമ്പോൾ മൊസൈക്കും മറ്റൊന്നും അല്ലെങ്കിൽ മാർബിളും മറ്റൊന്നും മനസ്സിൽ സങ്കല്പിക്കാതിരിക്കുക. അക്കാലഘട്ടത്ത് അവർ ഈത്തപ്പനയുടെ ഓലയും മറ്റും വെച്ചാണ് ആ തറഭാഗം അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടേക്ക് വെള്ളം ചിന്തിയാൽ തീർച്ചയായിട്ടും ആ വെള്ളം അടിയിലേക്ക് താഴ്ന്നിറങ്ങി അടിയിൽ കിടക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് വീഴും. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവും ഭാര്യയും വെള്ളം ചിന്തിയ ഉടനെ തന്നെ അവരുടെ പക്കലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ആ പുതപ്പെടുത്ത് ആ വെള്ളത്തിന്റെ മീതെ ഇട്ടിട്ട് ആ വെള്ളം മുഴുവൻ അവർ ഒപ്പിയെടുക്കാൻ തുടങ്ങി. കാരണം ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് റസൂലുള്ളാഹിന്റെ ആ പുണ്യ ശരീരത്തിലേക്ക് വീഴാൻ പാടില്ല. അതവർക്ക് നിർബന്ധമാണ്. അതിനുവേണ്ടി രാത്രി ഒരുപാട് നേരം അവർ പണിപ്പെട്ടു എന്നുള്ളതാണ്. രാത്രി ഒരുപാട് സമയത്തിന് ശേഷം പിന്നീട് അവർ ആ കൊടും തണുപ്പിൽ ഒരു പുതപ്പ് പോലും ഇല്ലാതെ അവർ ഉറങ്ങേണ്ടി വന്നു. കാരണം കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള പുതപ്പ് അവിടെ നനഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ പ്രഭാതത്തിൽ വീണ്ടും
അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം മനസ്സിലുള്ള ആ പ്രയാസം അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് താങ്കൾ. അപ്പം അതുകൊണ്ട് തന്നെ താങ്കളുടെ മുകളിൽ ഇങ്ങനെ താമസിക്കാൻ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് മാത്രമല്ല, തലേന്നുണ്ടായ ആ സംഭവം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പങ്കുവച്ചു. അത് മനസ്സിലാക്കി, അവരുടെ ആ മനപ്രയാസം മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ താഴെ നിന്നും മുകളിലേക്ക് താമസം മാറി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം അതിസമ്പന്നൻ എന്നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് വെച്ച് കഴിയാവുന്നത്ര ഏറ്റവും നല്ല ഭക്ഷണം ആ ദിനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവർ ഒരുക്കി എന്നുള്ളതാണ്. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരത് തൊടാതെ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ അവർ താഴേക്ക് കൊടുത്തയക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റസൂലുള്ളാഹി ഒരല്പം മാത്രം ഭക്ഷിച്ച് ബാക്കിയുള്ള ഭക്ഷണം അവർക്ക് തന്നെ തിരിച്ചു നൽകുമെന്നുള്ള. തിരിച്ചു നൽകിയാൽ ആ തിരിച്ച ഭക്ഷണം എത്തിയ ഉടനെ തന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യയോട് ഏത് ഭാഗത്താണ് റസൂലുള്ളാഹി വിരൽ വെച്ചതെന്ന് പ്രത്യേകം ചോദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ച അതേ ഭാഗത്ത് തന്നെ അത് ഭക്ഷിക്കാൻ വേണ്ടി അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ആ ഒരു ബർക്കത്ത് നേടിയെടുക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു ദിവസം അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക രൂപത്തിലുള്ള ഭക്ഷണം എല്ലാം തയ്യാറാക്കി താഴേക്ക് കൊടുത്തയച്ചു. പക്ഷേ ആ ഭക്ഷണം അത് കഴിക്കാതെ തന്നെ തിരിച്ചെത്തി എന്നുള്ളതാണ്. അപ്പം അത് കണ്ട ഉടനെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യയും അവർ അങ്ങേയറ്റം അസ്വസ്ഥരായി. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം താഴേക്ക് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അന്വേഷിച്ചു. പ്രവാചകരെ, നൽകിയ ഭക്ഷണം നിങ്ങൾ കഴിച്ചില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനത് കഴിച്ചില്ല, കാരണം അതിൽ വെള്ളുള്ളി ഉണ്ടായിരുന്നു, തൂമുണ്ടായിരുന്നു. അതായത് ആ ഭക്ഷണത്തിൽ അവർ മുകൾ ഭാഗത്ത് ഒരല്പം വെള്ളുള്ളി ഇട്ടിരുന്നു. റസൂലുള്ളാഹി ഉടനെ തന്നെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, ഹറാമുൻ ഹുവ, ഓ പ്രവാചകരെ, വെള്ളുള്ളി ഹറാമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വലാകിന്നി അക്റഹു, വെള്ളുള്ളി ഹറാമൊന്നല്ല, പക്ഷേ വ്യക്തിപരമായിട്ട് അത് ഭക്ഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കാണാത്ത ചിലരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് മലക്കുകളായിട്ടുള്ള ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കളുമായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്. മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ല, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗന്ധമറിയാനുള്ള കഴിവുണ്ട് എന്നുള്ള. അപ്പം ദുർഗന്ധങ്ങൾ അവരിഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭക്ഷിക്കാതിരുന്നത്. അത് ഉടനെ തന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അക്റഹു മാ തക്റഹു, പ്രവാചകരെ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാനും ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചില്ല, ആ വെള്ളുള്ളി കഴിച്ചില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. പ്രത്യേകമായിട്ടൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ റസൂലുള്ളാഹി പരാമർശിക്കുന്നത് പാചകം ചെയ്യാത്ത വെള്ളുള്ളിയെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ വായിലൊരു ദുർഗന്ധമാണ്. ആ ദുർഗന്ധമാണ് റസൂലുള്ളാഹി ഇവിടെ വിഷയാക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫമൻ അക്കലഹ ഫൽ യുമിത്ഹുമാ തൊബ്ഖൻ. അതായത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആരെങ്കിലും വെള്ളുള്ളി ഭക്ഷിക്കുന്ന പക്ഷം അത് വേവിച്ച് അതിൻ്റെ വാസന കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഭക്ഷിക്കാൻ. അത് പറയാനുള്ള കാരണം, സ്വഹീഹ് ബുഖാരിയിലും മറ്റും ഉദ്ധരിക്കപ്പെട്ട നിരവധി ഹദീസുകൾ, ഇപ്പം ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ റിയാദു സ്വാലിഹിലെല്ലാം പ്രത്യേകമായിട്ടൊരു ചാപ്റ്റർ ഇതിനു വേണ്ടി തന്നെ നീക്കി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. വെള്ളുള്ളി തിന്നുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള. കാരണം വായയുടെ ദുർഗന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയാക്കുന്നത്. വെള്ളുള്ളിയല്ല അവിടെ പ്രശ്നം, മറിച്ച് വായിൽ വരുന്ന ദുർഗന്ധമാണ്. റസൂലുള്ളാഹി ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ പോലും വായ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തി. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് ഭയന്നത് കൊണ്ട് മാത്രമാണ്, അതല്ലെങ്കിൽ 5 നേരം ബ്രഷ് ചെയ്യാൻ, അതായത് വുളൂ ചെയ്യുന്നതോടൊപ്പം ആ ബ്രഷ് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു. അത് അവർക്ക് പ്രയാസമാകുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്, അത് ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാനത് നിർബന്ധമാക്കാത്തതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വായുടെ ദുർഗന്ധം അത്രയേറെ, ആ ദുർഗന്ധം വെച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭം, ഈ ഒരു ഹദീസെല്ലാം വെച്ച് സിഗരറ്റെല്ലാം വലിക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അത് വായക്ക് ദുർഗന്ധം മാത്രമല്ല, അത് ശരീരത്തിന് അത്രയേറെ ഹാനികരാണെന്ന് അറിഞ്ഞിട്ട് പോലും, എഴുതി വെച്ചിട്ട് പോലും, അത് പണവും കൊടുത്ത് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് അത് വെച്ചിട്ട് നമസ്കരിക്കുന്ന ആളുകളെല്ലാം അത് ഏത് രൂപത്തിലാണ് ഹലാലാവുക എന്നുള്ളത് ഈ ഒരു ഹദീസെല്ലാം വെച്ച് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പകാലം അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. എത്ര ദിവസമാണ് താമസിച്ചെന്നുള്ളത് കൃത്യമായിട്ട് അല്ലാഹു ആലം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയുടെയും അതേപോലെ തന്നെ വീടിൻ്റെ എല്ലാം നിർമ്മാണം പൂർത്തിയാകുന്നത് വരെയുള്ളൊരു സമയം ആ വീട്ടിൽ താമസിച്ചു എന്നുള്ള. ചില സീറ ഗ്രന്ഥങ്ങളിൽ 6 or 7 മാസം എന്നെല്ലാം രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഭീമാകാരമായിട്ടുള്ള നിരവധി നിലകളുള്ള ഒരു ബിൽഡിംഗ് ഒന്നല്ല അവർ നിർമ്മിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള സ്ട്രക്ചറായിരുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് കാണിക്കുന്നുണ്ട്.
അത്തരത്തിൽ ആ ഒരു ചെറിയ ആ സ്ട്രക്ചർ നിർമ്മിക്കാൻ അത്രയേറെ വലിയൊരു കാലം വേണമെന്ന് തോന്നുന്നില്ല. ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ മാത്രം ആയിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരിക്കുക. മറ്റൊരു കാര്യം, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇത് മാറുകയാണ്. നമുക്കറിയാം, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതായത് മദീനൻ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ റസൂലുള്ളാഹിക്ക് ആ വീടും സൗകര്യം നൽകിയ സ്വഹാബി. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. നമുക്കറിയാം, ഓരോ സ്വഹാബികൾക്കും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് കാണാൻ സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തിരിച്ചു നൽകിയ രൂപം നോക്കുക. നമുക്കറിയാം, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. 19 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഖുലഫാഉർ റാഷിദീങ്ങൾക്കും ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹു കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബൂളിലേക്ക് നടത്തിയ ഒരു സൈനിക മുന്നേറ്റം, ആ ഒരു സൈനിക മുന്നേറ്റത്തിലും ആ വാർദ്ധക്യ കാലഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ കാരണം മനസ്സിലാക്കിയിരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് അസാധ്യമായിട്ടുള്ള ഒരു പ്രവചനം റസൂലുള്ളാഹി നടത്തുന്നുണ്ട്. ലതുഫ്തഹന്നൽ ഖുസ്തൻതനിയ ഫനിഅമൽ അമീർ വനിഅമൽ ജയ്ഷ് ദാലിക്കൽ ജയ്ഷ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന ആ ഒരു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നഗരം, റോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിൽ 1000ഓളം വർഷങ്ങളായിട്ടിരിക്കുന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ആ നഗരം, ആ പട്ടണം, അത് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുമെന്നുള്ള അസാധ്യമായിട്ടുള്ള ഒരു പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു, ആ സംഘത്തെ റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പ്രകീർത്തിച്ചു. അതേപോലെ തന്നെ മഗ്ഫൂറുൻ ലഹു, ആ സംഘത്തിലുള്ള മുഴുവൻ ആളുകൾക്കും, ആ സൈന്യത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നുണ്ട്. ആ ഒരു പ്രാധാന്യം എല്ലാം കണക്കിലെടുത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ സ്വഹാബികളും ആ സംഘത്തിൽ, ആ സൈനിക മുന്നേറ്റത്തിൽ അവർ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ 80 വയസ്സിനും മുകളിൽ പ്രായമുള്ള ആ ഒരു സന്ദർഭത്തിലും വാർദ്ധക്യം അവഗണിച്ചുകൊണ്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ യുദ്ധം ആരംഭിക്കുന്നതിന്റെ ഒരല്പം മുമ്പ് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ച് അവിടെ വെച്ചുകൊണ്ട്, അതായത് തുർക്കിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വഫാത്താണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ വരെ മുന്നേറുന്നുണ്ടോ അവസാനമായിട്ട് നിങ്ങൾ മുന്നേറി എത്തി ആ ഒരു പോയിന്റിൽ എന്നെ ഖബറടക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പ്രകാരം തന്നെ അവരവിടെ, ഇന്നും നമുക്കറിയാം തുർക്കിയിലാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. ഏതായിരുന്നാലും ആ ഒരു പ്രവചനം ആ സന്ദർഭത്തിൽ പൂർത്തിയാകുന്നില്ല. പിന്നീട് 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം, 800ഓളം വർഷത്തിന് ശേഷമാണ് റസൂലുള്ളാഹിന്റെ ആ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രവചനം പൂർത്തിയാകുന്നത്. AD 1453 ഉസ്മാനി ഖിലാഫത്തിൽ ഉസ്മാനികളുടെ 7ാമത്തെ ഖലീഫ മുഹമ്മദ് 2 പിൻകാലഘട്ടത്തിൽ അദ്ദേഹം മുഹമ്മദ് അൽ ഫാത്തിഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കൈകളാൽ റസൂലുള്ളാഹിന്റെ ആ ഒരു അത്ഭുതപ്പെടുന്ന ആ ഒരു പ്രവചനം പൂർത്തിയാകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നു നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് മദീനയുടെ ഗവർണറായിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കുന്നുണ്ട്. അദ്ദേഹം ഗവർണർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരിക്കൽ ഇറാഖിലുള്ള ബസ്ര സന്ദർശിച്ചു. ആ സന്ദർഭത്തിൽ ഇറാഖിലെ ബസ്രയിലെ ഗവർണർ, അല്ലെങ്കിൽ ഇറാഖിലെ ബസ്രയിലെ ഭരണാധികാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അതായത് റസൂലുള്ളാഹിന്റെ പിതൃവ്യ പുത്രൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു തന്നെ സന്ദർശിച്ചതിൽ അദ്ദേഹത്തിന് അതിയായ സന്തോഷമുണ്ടായി. അദ്ദേഹം അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ മദീനൻ കാലഘട്ടത്തിൽ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതു രൂപത്തിലാണോ നിങ്ങൾ സ്വീകരിച്ചത്, അതേ രൂപത്തിൽ ഇന്നത്തെ ദിവസം താങ്കളെയും സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു വലിയ വീടും ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സാമഗ്രികളും സൗജന്യമായിട്ട്, ഏകദേശം 4000ഓളം ദീനാർ വിലമതിക്കുന്ന മുഴുവൻ സാധനങ്ങൾ, ആ വീടെല്ലാം സൗജന്യമായിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന് നൽകി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. ആ താമസിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാണ്. ആ ഒട്ടകം മുട്ടുകുത്തിയ ആ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കാനുള്ള കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയിട്ട് ആഴ്ചകൾ പിന്നിടാണ്. ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബൈൽ വന്ന ഉടനെ തന്നെ അവിടെ ആദ്യമായിട്ട് ഒരു ഭവനം, അതായത് ഖുബൈൽ ഒരു പള്ളി നിർമ്മിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സന്ദർഭത്തിലും അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാനല്ല കൽപ്പിക്കുന്നത്, വീണ്ടും അവിടെ പള്ളി നിർമ്മിക്കാൻ. സുബ്ഹാനല്ലാഹ്.
അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആ പള്ളിയുടെ പ്രാധാന്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഇരുട്ടുള്ള ഈ ലോകത്ത് പ്രകാശം നൽകുന്ന ലൈറ്റ് ഹൗസുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികൾ. അതിൽ നിന്നും ഉയരുന്നതെല്ലാം ആ പ്രകാശത്തിൻ്റെ ആ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. നമുക്കറിയാം, ഞാൻ ആ രൂപത്തിൽ വിശേഷിപ്പിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിൽ പ്രകാശത്തിൻ്റെ ഒരു വചനം കടന്നു വരുന്നുണ്ട്. സൂറത്ത് നൂർ 24-ാമത്തെ അധ്യായം. ആ സൂറത്തിൻ്റെ പേരും പ്രകാശാണ്. അതിൻ്റെ മധ്യഭാഗത്ത് 35-ാമത്തെ ആയത്തിൽ അള്ളാഹു നൂറു സമാവാത്തി വല്ലർദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ പ്രകാശവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള വചനം. ആ ആയത്തിന് ശേഷം 36-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളികളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഫീ ബുയൂത്തിൻ അതിനല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ സ്മരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, അവിടെയാണ് വെളിച്ചമുള്ളത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനുള്ള വെളിച്ചം ലഭിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ പള്ളികളെന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് കേവലം ഒരു ബിൽഡിംഗ്, അതായത് ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിട്ട് പരിമിതപ്പെട്ടു എന്നുള്ള, അതിലപ്പുറം ഒരു ദൗത്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്. അതായത് അതിലപ്പുറം ഏതെങ്കിലും ഒരു കാര്യം, നടക്കാത്തൊരു കാര്യം നമ്മൾ പള്ളിയിൽ പോയി പറയും. ആ രൂപത്തിലാണ് ഒരു ചൊല്ല്. അതായത് ആ രൂപത്തിലാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പള്ളിയെ കാണുന്നത്. ആ രൂപത്തിലായിരുന്നില്ല റസൂലുള്ളാഹിന്റെ കാലത്ത്. പള്ളികൾ എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ എല്ലാം കേന്ദ്രങ്ങളായി വർത്തിച്ച, അതായത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയങ്ങൾ ആ പള്ളിയായിരുന്നു. അതുമാത്രമല്ല, ആ പള്ളികളായിരുന്ന അക്കാലഘട്ടത്തെ യൂണിവേഴ്സിറ്റികൾ, അസ്ഹാബു സുഫ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. ഇൻഷാ അല്ലാഹ് അതെല്ലാം പിന്നീട് ഞാൻ പറയും. പ്രത്യേകമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതായത് വീടില്ലാത്ത ആളുകൾക്കുള്ള അഭയകേന്ദ്രം, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. റസൂലുള്ളാഹിന്റെ സീറ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അത്യധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അവർ ശൂറ ചേർന്നതെല്ലാം പള്ളിയിലായിരുന്നു. യുദ്ധകാര്യങ്ങൾ പോലും അവിടെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതായിട്ടും, അതേപോലെ തന്നെ പരസ്പരമുള്ള വിഷമങ്ങൾ, ആ വിഷമങ്ങളും ദുഃഖങ്ങളും അവർ പങ്കുവെച്ചതും, അവരുടെ പരാതികൾ കേട്ടതും, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച എല്ലാ കേന്ദ്രങ്ങൾ ആ പള്ളികളായിരുന്നു. അതായത് ഉമ്മത്തിൻ്റെ ഹൃദയം അക്കാലഘട്ടത്ത് പള്ളികളായിരുന്നു. ആ പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തിൽ കൽപ്പന നൽകിയത്. അതായത് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, അതാണ് അള്ളാഹിൻ്റെ ഭവനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പള്ളി നിർമ്മാണത്തിനുള്ള കൽപ്പന നൽകി. കേവലം കൽപ്പന നൽകിയിട്ട് അവിടെ ഇരിക്കല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നിർമ്മാണ പ്രവൃത്തികളിൽ സജീവമായിട്ട് മുന്നിലുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവർ ആ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ആ പറമ്പിലുണ്ടായിരുന്ന ഒരല്പം വൃക്ഷങ്ങൾ ആദ്യം അവർ വെട്ടിമാറ്റി. വെറുതെ വെട്ടിമാറ്റില്ല, അവർ മുറിച്ച ആ വൃക്ഷത്തിന്റെ ശാഖകളും ഇലകളും തന്നെയാണ് അവർ പള്ളി നിർമ്മാണത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ വീട് നിർമ്മാണത്തിലെല്ലാം അവർ ഉപയോഗപ്പെടുത്തിയത്. പ്രത്യേകം പറയാനുള്ള കാരണം, അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ വൃക്ഷങ്ങൾ മുറിക്കരുതെന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് കൽപ്പന നൽകിയിട്ടുണ്ട്. യുദ്ധ സന്ദർഭത്തിൽ പോലും അത് വിലക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളാണെന്ന് നിങ്ങൾ അറിഞ്ഞാലും ആ ഒരു സന്ദർഭത്തിലും നിങ്ങളുടെ കയ്യിലൊരു വൃക്ഷം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടണമെന്നുള്ള ഹദീസിന്റെ ആഴത്രയാണ്. അതുമാത്രമല്ല, സ്വതക്കത്തും ജാരി, നമ്മൾ മരണപ്പെട്ടാലും നമ്മൾക്ക് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യമായിട്ട് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്, ഏതെങ്കിലും ഒരാൾ ഒരു വൃക്ഷം നടുകയാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ തണലിൽ ആരെങ്കിലും ആ വൃക്ഷത്തിന്റെ തണൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം ആ വൃക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും പക്ഷിമൃഗാദികൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇതിലപ്പുറം എന്തുവാണ്? ഇന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെല്ലാം അവർ വാദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം പ്രകൃതിമതായിട്ടുള്ള ഇസ്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ മുന്നിട്ടിറങ്ങി. ആ പള്ളി അവർ നിർമ്മിച്ചത് ഇതേ രൂപത്തിലുള്ള വൃക്ഷങ്ങളുടെ തടികൾ, അതേപോലെ തന്നെ വലിയ മൺകട്ടകളായിരുന്നു അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലാഇൽ ഉദ്ധരിക്കുന്നുണ്ട്, ത്വൽഖ ഇബ്ൻ അൽ യമാമി റളിയല്ലാഹു അൻഹു, ആ ഒരു പേരുള്ള ഒരു സ്വഹാബി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതായത് ഈ ചളി ഉപയോഗിച്ചുകൊണ്ട് വലിയ, നമ്മുടെ ഇഷ്ടികളേക്കാൾ വലിയ മൺകട്ടകൾ അത് ഉണ്ടാക്കാൻ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തന്നെ ആ ഒരു ജോലി ഏൽപ്പിച്ചു എന്നുള്ള. അദ്ദേഹം വലിയ വലിയ മൺകട്ടകൾ ഉണ്ടാക്കി. ആ മൺകട്ടകൾ അദ്ദേഹം നിർമ്മിച്ച ആ കട്ടകളെടുത്ത് ഓരോ സ്വഹാബികൾ അത് താങ്ങി ആ പള്ളിയുടെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാൻ. അവർക്കിടയിൽ ആ മൺകട്ടകൾ എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാരമേറിയ കല്ലുകൾ എടുത്തുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഹാദൽ ഹിമാലു ലാ ഹിമാലുൽ ഖൈബർ. റസൂലുള്ളാഹി പറയാണ്, ഇതിന്റെ ഭാരം ഖൈബറിലെ ഭാരം ചുമക്കുന്ന പോലെയല്ല. അതായത് ഖൈബറിലുള്ള കാരക്കയും മറ്റും ചുമക്കുന്ന പോലെയല്ല, നല്ല അത്യാവശ്യം നല്ല ഭാരമുള്ള കല്ലുകളാണെന്ന് റസൂലുള്ളാഹി പറയുന്നതായിട്ടെല്ലാം സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില വരികൾ ഉരുവിടുന്നുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസാർ വൽ മുഹാജിർ. സ്വഹീഹ് ബുഖാരി കാണാൻ സാധിക്കും. ഓ അല്ലാഹ്, യഥാർത്ഥ പ്രതിഫലം എന്നുള്ളത് മരണാനന്തര ജീവിതത്തിലെ പ്രതിഫലമാണ്. ഓ അല്ലാഹ്, അൻസാറുകളോടും മുഹാജിറുകളോടും നീ കരുണ കാണിക്കുന്നത്. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്കിടയിൽ ജോലി ചെയ്യുന്നത്. ഇപ്പൊ നേതാവായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഇത്രയും സജീവമായിട്ട് പണിയെടുക്കുന്നത് കണ്ടതോടുകൂടെ അണികൾക്ക് വല്ലാത്ത ആവേശമായി. അങ്ങനെയാണല്ലോ. അത് മാത്രമല്ല, അവരിൽ ചില ആളുകൾ അവർ പാടുകയും ചെയ്തില്ല, ഇൻ ഖഅദന വൻ നബിയു അമൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി ചെയ്യുന്നതും നോക്കി നമ്മൾ അവിടെ ഇരിക്കുകയാണോ, അത് എത്ര വലിയ നിന്ദതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇത്ര സജീവമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുക എന്ന് അവർ മനോഹരമായിട്ടുള്ള ആ വരികൾ അവർ പാടിക്കൊണ്ട് അവർ ജോലിയിൽ സജീവമായിട്ട് അവിടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പാഠങ്ങളാണ്. ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേതാവായിട്ടുള്ള ആ പ്രവാചകൻ അവർക്ക് മാതൃകയാവുകയാണ്. ഇന്ന് നമുക്കറിയാം, പല സന്ദർഭത്തിലും നേതാക്കളായിട്ടുള്ള ആളുകൾ AC റൂമിൽ ഇരുന്നു കൊണ്ട് ഓരോ കൽപ്പന നൽകുന്നു. ആ കൽപ്പന അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അണികളിലുള്ള ആളുകൾ അവർ എത്രത്തോളം അവരുടെ കഷ്ടപ്പാട് പോലും കണ്ടറിയാൻ കഴിയാത്ത നേതാക്കളും ഭരണാധികാരികളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ആ നേതാവ് കാണിക്കുന്ന എത്ര വലിയ മാതൃകയാണ്. സുബ്ഹാനല്ലാഹ്. അതുമാത്രമല്ല, സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി ചെയ്യുന്നത് കണ്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞ ആ വാക്കുകൾ, റസൂലുള്ളാഹി ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന നമ്മൾ, മുതിർന്ന ആളുകൾ, അതായത് എന്നേക്കാൾ പ്രായമുള്ള ഒരാൾ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ് ഇരിക്കുക, എനിക്ക് എങ്ങനെയാണ് ഇരിക്കാൻ സാധിക്കുക, ആ രൂപത്തിൽ നമ്മളും അത് വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. അതേ രൂപത്തിലുള്ള നിരവധി മനോഹരമായിട്ടുള്ള വരികളെല്ലാം ചൊല്ലിക്കൊണ്ട് അവർ സജീവമായിട്ട് ആ പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ അവരെല്ലാം ആ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുത്തു എന്നുള്ള. ആ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തിക്കിടയിൽ സംഭവിച്ച മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംഭവം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ മുസ്നദിലും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിലും സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മക്കൻ സീറയിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാകും. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികൾ, ആദ്യത്തെ ശുഹദാക്കൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, ഇന്ന മൗഇദക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലമായിട്ടുണ്ടെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കീ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് സുമയ്യ റളിയല്ലാഹു അൻഹയായിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ്. അതിനുശേഷം പിതാവ് യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അവർ വധിച്ചു. അതെല്ലാം അവർ ചെയ്യുന്നത് ഈ മകൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മുന്നിലിട്ടാണ് അവർ മാതാപിതാക്കളെ വധിച്ചത്. അപ്പോൾ അവർ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും ആ പള്ളി നിർമ്മാണത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ആളുകളെല്ലാം ആ ഭാരമേറി ഒരു കല്ലാണ് ചുമക്കുന്നതെങ്കിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു 2 കല്ലുകൾ എടുത്തുകൊണ്ടാണ് ആ പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുത്തത്. ആ 2 കല്ല്, ഭാരമേറിയ 2 കല്ലും ചുമന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹിനെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ കയ്യിൽ അവർ 2 കട്ടയാണ് തന്നിട്ടുള്ളത്, ഈ കല്ലിൻ്റെ ഭാരം കാരണം ഞാനൊരു പക്ഷേ മരണപ്പെട്ടേക്കാം. അദ്ദേഹം തമാശയായിട്ട് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലിന്നാസി അജ്റുൻ വലക അജ്റാൻ. ഓ അമ്മാർ, നീ 2 കട്ട എടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കെല്ലാം 1 പ്രതിഫലമാണ്, നീ 2 കട്ട എടുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് 2 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ആ പുണ്യ കരങ്ങൾ കൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള പൊടിയും മണ്ണെല്ലാം റസൂലുള്ളാഹി ഇങ്ങനെ തുടച്ച് നീക്കി. ആ തുടച്ച് നീക്കിയതിന് ശേഷം റസൂലുള്ളാഹി അതിവിചിത്രമായിട്ടൊരു കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ഇബ്നു സുമയ്യ, ഓ സുമയ്യയുടെ മകനെ, അങ്ങനെയല്ല. അതായത് അമ്മാർ ഇബ്നു യാസിർ, അമ്മാർ എന്നല്ല വിളിക്കുന്നത്, സുമയ്യയോട് ചേർത്ത്, സുമയ്യ റളിയല്ലാഹു അൻഹ, അതായത് മാതാവിനോട് ചേർത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. അത് നമുക്കറിയാം, അറേബ്യൻ കൾച്ചർ നേരെ വിപരീതമായിരുന്നു. പിതാവിനോട് ചേർത്തിട്ടാണ് ഇവർ പറയാറുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സുമയ്യ എന്ന് വിളിക്കുക വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മാതാവിന് നൽകുന്ന ആദരവാണ്. കാരണം അത്രയേറെ ത്യാഗം ഈ ഒരു ദീന്റെ മാർഗത്തിൽ അവർ സഹിച്ചിട്ടുണ്ട്. ആ മാതാവിനോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ഈ കല്ലുകളുടെ ഭാരം കാരണമൊന്നുമല്ല നിങ്ങൾ
ആ രൂപത്തിലല്ല നിങ്ങൾ മരണപ്പെടുക. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു തഖ്തുലുക്കൽ ഫിഅത്തുൽ ബാഗിയ, അതായത് സത്യത്തോട് ഏറെ അകലെയുള്ള ഒരു വിഭാഗത്തിന്റെ കൈകളാലായിരിക്കും താങ്കൾ മരണപ്പെടുക. എന്നിട്ട് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു ആഖിറു സാദിക മിനദ് ദുനിയ ശുർബത്തൻ മിൻ ലബൻ, ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുന്ന അവസാനത്തെ നിങ്ങളുടെ ഭക്ഷണം ഒരൽപ്പം പാലായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ പറഞ്ഞത്. വല്ലാത്തൊരു പ്രവചനാണ്. ആ സന്ദർഭത്തിൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന് യാതൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ ജോലിയിലേക്ക് പോയി. അവർ ആ ജോലി തുടരുകയാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനം, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം കാലങ്ങൾക്ക് ശേഷം ആ ഒരു പ്രവചനം പുലരാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ. മുആവിയ റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തെ ഷ്യാമിലെ ഗവർണറാണ്. അവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ അവസാനം യുദ്ധത്തിലെത്തി. അതിൽ ആ യുദ്ധം അരങ്ങേറി, അതായത് സിഫീൻ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ആ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് 93 വയസ്സ് പ്രായമുണ്ട്. ചിന്തിച്ചു നോക്കുക. അപ്പം യുദ്ധം ആരംഭിക്കുന്നതിന് ഒരല്പം മുമ്പ് ആ ടെന്റിൽ അവസാനമായിട്ട് അവർ കുടിക്കാൻ വേണ്ടി ഭക്ഷണം അവർ വിതരണം ചെയ്തു. ഒരല്പം പാലായിരുന്നു. ആ പാലിന്റെ ആ ഒരു കോപ്പ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ, അതായത് മസ്ജിദ് നബവിയുടെ ആ നിർമ്മാണ സന്ദർഭത്തിൽ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ അദ്ദേഹം സ്മരിക്കാൻ, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ പാല് കുടിച്ചു. ആളുകൾ ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതെന്റെ അവസാനത്തെ യുദ്ധമായിരിക്കും. റസൂലുള്ളാഹിന്റെ പ്രവചനം ആ സന്ദർഭത്തിൽ അദ്ദേഹം അവരെ ഉണർത്തുകയാണ്. അങ്ങനെ സിഫീൻ യുദ്ധം അരങ്ങേറി. അതേ രൂപത്തിൽ തന്നെ സംഭവിച്ചു. ആ യുദ്ധത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഷഹീദായതിനു ശേഷം യുദ്ധാനന്തരം അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളുകളാണ് സത്യത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെന്ന് സ്ഥാപിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ പറയപ്പെട്ട ഹദീസ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷക്കാർ അവിടെ ഉദ്ധരിക്കാൻ തുടങ്ങി. തഖ്തുലുക്കൽ ഫിഅത്തുൽ ബാഗിയ. അത്ഭുതം എന്താന്ന് വെച്ചാൽ അത് കേട്ട സന്ദർഭത്തിൽ മറുപക്ഷത്ത് ഒരാളും അതിനെ നിഷേധിക്കാൻ പോയില്ല എന്നുള്ള, അതാണ് അവരുടെ സത്യസന്ധത. അവര് ആ ഹദീസിനെ മറ്റൊരു രൂപത്തിൽ നോക്കിക്കണ്ട്. അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല. ഇൻഷാ അല്ലാഹ് സിറയ്ക്ക് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നോട്ടുള്ള ചരിത്രം നമ്മൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അത് സൂചിപ്പിക്കാവുന്നതാണ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണപ്രകാരം ഈ രണ്ടാളുകൾ അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും രണ്ടാളുകളും സ്വഹാബികളാണ്. ആ ഒരാൾ സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു, മറ്റേ ആള് ഒരല്പം അകലെ നിൽക്കുന്നു. അതായത് രണ്ടാളുകളും അവരെ സംബന്ധിച്ച് നമ്മൾ നല്ലത് മാത്രമാണ് ചിന്തിക്കുന്നത്. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബികളെ സംബന്ധിച്ച് നിങ്ങൾ അവരെ ചീത്ത പറയാൻ പാടില്ല, അവരെ സംബന്ധിച്ച് ചീത്ത വിളിക്കാൻ പാടില്ല, എങ്കിൽ അവരെ സംബന്ധിച്ച് ചീത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകൾ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളാണ്. പിന്നീട് അവരെ സംബന്ധിച്ച് ഒന്നുമല്ലാത്ത നമ്മളെങ്ങനെയാണ് മോശം ചിന്തിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു സത്യത്തോടെ ഏറ്റവും അടുത്തത്. പക്ഷേ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഏറ്റവും ശരിയായിട്ടുള്ള പക്ഷം ആ രണ്ടിലും പങ്കെടുക്കാതെ ന്യൂട്രലായിട്ട് നിന്ന ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇബാദില എന്നറിയപ്പെടുന്ന വിഭാഗം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അതേ രൂപത്തിൽ കടന്നു വരുന്ന ചില ആളുകൾ, അവര് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അകന്ന് ന്യൂട്രലായിട്ട് നിന്നു. അവരായിരുന്നു സത്യത്തോടെ ഏറ്റവും അടുത്തുനിന്ന് വിഭാഗമെന്ന് ആ രൂപത്തിലാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. ഏതായിരുന്നാലും ആ ഒരു ജോലി, അതായത് പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തികൾ സജീവമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജോലിയിലെല്ലാം അവരോടൊപ്പം കൂടി അവസാനം ദിവസങ്ങൾക്ക് ശേഷം, എത്ര ദിവസമാണ് അല്ലാഹു ആലം, ഒരുപാട് സമയമെടുത്ത് അവർ ആ പള്ളിയുടെ പണി പൂർത്തിയാക്കുകയാണ്. അതാണ് ആ മസ്ജിദ് നബവി ആയിട്ട് മദീനയിൽ ഉയരുന്നത്. അതാണ് മസ്ജിദ് നബവി. അക്കാലഘട്ടത്ത് ഇന്നത്തെ പോലെ ഇന്ന് നമുക്ക് മസ്ജിദ് നബവി സെക്ടർ നമുക്കറിയാം, വളരെ ലളിതമായിട്ട് രൂപത്തിലാണ് ആദ്യമായിട്ട് അവർ ആ പള്ളി നിർമ്മിച്ചത്. വലിയ കെട്ടിടമൊന്നുമല്ല, പക്ഷേ അവിടെ അവർ നിർമ്മിച്ച പള്ളികളെല്ലാം ചെറുതായിരുന്നു. പക്ഷേ ആ പള്ളികൾ വരുന്ന ആളുകൾ അവരുടെ ഹൃദയങ്ങൾ എന്നുള്ളത് അത് അത്യധികം വിശാലായിരുന്നു. ആ രൂപത്തിലായിരുന്നു. വെട്ടിത്തിളങ്ങുന്ന ഈമാനുള്ള ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നു ആ പള്ളിയിലേക്ക് വന്നത്. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പള്ളികളെല്ലാം കൂറ്റൻ ബിൽഡിങ്ങുകളായിട്ട് പള്ളികൾ ഉയരുന്നുണ്ട്. പക്ഷേ ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ ഹൃദയം അത് ആ രൂപത്തിലല്ല എന്നുള്ള പല സന്ദർഭത്തിൽ നമുക്കറിയാം. ആ സംഘമായിട്ട് ചേരിചെരുന്ന് തമ്മിൽ തല്ലുന്ന ആളുകൾ, അവർ ശക്തി തെളിയിക്കാനും വേണ്ടിയിട്ടാണ് പലപ്പോഴും പള്ളി അവരെടുക്കുന്നത്. ആ പള്ളികൾ പോലും
ആ സംഘടനയോട് ചേർത്തിട്ടാണ് പറയാറുള്ളത്. അള്ളാഹിൻ്റെ ഭവനല്ല, അതായത് ഇന്ന ആളുകളുടെ ഇന്ന ഗ്രൂപ്പിൻ്റെ പള്ളി, ആ രൂപത്തിലാണ് നമ്മൾ പറയുക പോലും ചെയ്യാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ ഐക്യം അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാട്ടെ. അല്ലാഹു ആമീൻ. അപ്പോൾ അവർ ആദ്യമായിട്ട് നിർമ്മിച്ച മസ്ജിദ് നബവിയുടെ പ്രാഥമിക രൂപം, അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഹദീസ് ചരിത്ര ഗ്രന്ഥങ്ങളുടെ എല്ലാം വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡീറ്റെയിലുകളെല്ലാം വെച്ച് ഏകദേശമായിട്ട് നമ്മൾ നിർമ്മിക്കപ്പെട്ട റെപ്ലിക്ക ഒരു ഭാവനാ ചിത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത്. അത് മദീന മ്യൂസിയത്തിൽ അത് പ്രദർശിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതായത് ആ ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പള്ളിയുടെ രൂപം, അതായത് വിശാലമായിട്ടൊരു മുറ്റം പോലെ 4 ചുമരുകൾ, 4 ഭാഗത്തുള്ള ചുമരുകളെല്ലാം അവർ മണ്ണും ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ട് അവർ നിർമ്മിച്ചു. അതിനുശേഷം അതിൻ്റെ തൂണുകളായിട്ട് അവർ നേരത്തെ പറഞ്ഞ മുറിച്ച ആ ഈത്തപ്പന മരത്തിൻ്റെ തടികളാണ് തൂണുകളായിട്ട് ഉപയോഗിച്ചത്. അതിൽ ഖിബലയുടെ ഭാഗം മാത്രം ഈത്തപ്പന ഓല കൊണ്ട് അവർ മറച്ചു എന്നുള്ള, അതായത് ബാക്കിയുള്ള ഭാഗം എല്ലാം ഓപ്പണാക്കി നിലനിർത്തി എന്നുള്ള. അതിൻ്റെ ഹൈറ്റ് 7 മുഴം മാത്രമാണ് ഹൈറ്റ്. അതായത് ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹത്തിൻ്റെ കൈ തട്ടാവുന്ന രൂപം അത്ര മാത്രം ഹൈറ്റിലാണ് റൂഫ് ഇരിക്കുന്നത്. നിലത്ത് അതേ രൂപത്തിലായിരുന്നു, മണ്ണ് പാകിയ രൂപത്തിലാണ്. അതുകൊണ്ടാണ് പല സന്ദർഭത്തിൽ നമുക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത് പല സന്ദർഭത്തിലും മഴ പെയ്യുന്ന സന്ദർഭത്തിൽ പള്ളിയിലെല്ലാം ചളി കെട്ടിയിരുന്നു. റസൂലുള്ളാഹി ഒരിക്കൽ സുജൂദ് ചെയ്ത് എഴുന്നേറ്റ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ ചളി കണ്ടു എന്ന് ആ രൂപത്തിലുള്ള ഉദ്ധരണികളെല്ലാം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഖിബലയുടെ ഭാഗം എന്നെഴുതിയ ഖിബലയുടെ ഭാഗം മാത്രമാണ് മറച്ചിട്ടുള്ളത്. ഖിബല എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് അടിവരയിടുക, ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഖിബല ജെറൂസലേമാണ്. മക്കയിലേക്കുള്ള ഖിബല മാറ്റം സംഭവിച്ചിട്ടില്ല. ആദ്യത്തിൽ ഹിജറയ്ക്ക് ശേഷം 10-16 മാസം മുസ്ലിങ്ങൾ ആ സന്ദർഭത്തിലും ജെറൂസലേമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവർ നമസ്കരിച്ചത്. അപ്പം ആ ഒരു ഭാഗത്താണ് അവർ ഈത്തപ്പന ഓല കൊണ്ട് മറച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ചിത്രത്തിൽ രണ്ടാമതായിട്ട് കാണപ്പെടുന്ന പള്ളിയോടൊപ്പം ചേർന്ന് കാണുന്ന റസൂലുള്ളാഹിന്റെ വീടുകൾ, ഹുജറ അല്ലെങ്കിൽ ഹുജറാത്തുകൾ, പരിശുദ്ധ ഖുർആനിൽ ആ ഒരു പേരിൽ തന്നെ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ഹുജറാത്ത്. 4-ാമത്തെ വചനത്തിൽ റസൂലുള്ളാഹിന്റെ ആ വീടിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് പള്ളി നിർമ്മിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി ആ പള്ളിയോട് ചേർത്ത് 2 ഭവനങ്ങൾ, 2 ഹുജറാത്തുകൾ അവർ നിർമ്മിച്ചു. കാരണം ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് 2 ഭാര്യമാരാണ് നിലവിലുള്ളത്. ഓർക്കുന്നുണ്ടാകും, സൗദ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയെ മദീനയിൽ എത്തിയതിനു ശേഷം റസൂലുള്ളാഹി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം പള്ളിയുടെ നേരെ പിറകിൽ കിഴക്ക് ഭാഗത്തായിട്ടാണ് ആ 2 വീടുകൾ കാണാൻ സാധിക്കുക. നിങ്ങളെ ചിത്രത്തിൽ ആ BC എന്നറിയപ്പെടുന്ന ആ 2 ചിത്രങ്ങൾ, അത് പള്ളിയോട് ചേർത്ത് അവർ നിർമ്മിക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ 2 ഭവനങ്ങളാണ്. പള്ളിയുടെ പിറക് ഭാഗത്ത് കിഴക്കിൽ. പിന്നീട് D എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് പള്ളിയുടെ നേരെ പിറകിൽ, അതായത് തെക്ക് കിഴക്ക് മൂലയിൽ കാണുന്നത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. അത് പള്ളിയുടെ പിറക് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നതെല്ലാം റസൂലുള്ളാഹിന്റെ വീട് പിറകു ഭാഗത്താണ്. അതേപോലെ തന്നെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട് അതെല്ലാം പിറകു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നീട് ഹിജറയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഹിജറയ്ക്ക് ശേഷം 10-16 മാസങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളുടെ ഖിബല മാറി, ജെറൂസലേം മാറി. പിന്നീട് മക്കയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറിയ സന്ദർഭത്തിൽ അതായത് അത്രയും കാലം അവർ തിരിഞ്ഞ ആ നേർ വിപരീത ദിശയിലേക്ക് അവർ തിരിയേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ആ പള്ളിയുടെ പിൻഭാഗം മുൻഭാഗമായിട്ട് മാറി. അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് പള്ളിയുടെ മുൻഭാഗത്തായിട്ട് വന്നു. അപ്പം നമുക്കറിയാം, ഇന്ന് നമ്മൾ മസ്ജിദ് നബവിയിൽ പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെയാണ്. ആ രൂപത്തിലാണ് പ്രവാചകന്മാരെ ഖബറടക്കുക. അപ്പോൾ റസൂലുള്ളാഹിന്റെ വീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹിനെ ഖബറടക്കിയിട്ടുള്ളത്. അത് ഇന്ന് നമുക്കറിയാം മസ്ജിദ് നബവിയുടെ മുൻഭാഗത്താണ് കാണുക. കാരണം ഖിബല മാറിയ സന്ദർഭത്തിൽ അത് നേരെ മുൻഭാഗത്തേക്കായി. അതേപോലെ തന്നെ നേരത്തെ ചിത്രത്തിൽ കണ്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മസ്ജിദ് നബവിയുടെ പിറകിലുള്ള ആ വീട് അത് കാലങ്ങളോളം അവർ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് അത് പള്ളി വികസനത്തിന് വേണ്ടി അത് പിന്നീട് പൊളിച്ചു മാറ്റിയതാണ്. അത് ഇന്നത്തെ നിലവിലുള്ള മസ്ജിദ് നബവിയുടെ തെക്ക് കിഴക്കുള്ള ആ മിനാരത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഏകദേശം അതിന്റെ ലൊക്കേഷൻ വരിക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ കാണിച്ച ചിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വീടുകൾ മാത്രമാണ് കാണുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര പത്നിമാരെ വിവാഹം ചെയ്ത സന്ദർഭത്തിൽ ഓരോ സന്ദർഭത്തിലായിട്ട് അതിനോട് ഓരോ വീടുകൾ ചേർക്കപ്പെട്ടു, ഓരോ ഹുജറാത്തുകൾ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. മൊത്തം 9ഓളം ഹുജറാത്തുകൾ ആ പള്ളിയോട് ചേർന്ന് ആ ഒരു 10 വർഷ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വീട് എന്ന് പറയുമ്പോൾ
വീട് എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ രൂപം ചിത്രത്തിൽ കാണുന്ന സന്ദർഭത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നമ്മുടെ എല്ലാം വിശാലമായിട്ടുള്ള നമ്മുടെ നമസ്കാര മുറിയുടെ അത്ര പോലെയുള്ള റസൂലുള്ളാഹിൻ്റെ ഓരോ വീടുകൾ അത്രയും ലളിതമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്കിടയിൽ ജീവിച്ചത്. ആ സന്ദർഭത്തിൽ മാത്രമല്ല, പിന്നീട് അധികാരം ലഭിച്ച സന്ദർഭത്തിലും റസൂലുള്ളാഹി അത്രയും ലളിത ജീവിതമാണ് റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത്. അക്കാലഘട്ടത്ത് മറ്റുള്ള ഭരണാധികാരി, റോമും പേർഷ്യയിലെല്ലാം ഭരണാധികാരികളെല്ലാം അവർ പടുത്തുയർത്തിയ കൂറ്റൻ കെട്ടിടങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിൻ്റെ ആ വീടിൻ്റെ രൂപം തന്നെ പ്രസിദ്ധമായിട്ടൊരു ഇമേജ് പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഒരു കലാകാരൻ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ ഹദീസുകളിലും അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം റസൂലുള്ളാഹിൻ്റെ വീടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം വെച്ച് ഭാവനയിൽ നിർമ്മിച്ച റസൂലുള്ളാഹിൻ്റെ ആ ഹുജറയുടെ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഏകദേശ രൂപം ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഏകദേശം 5 മീറ്റർ നീളം, 4 മീറ്റർ വീതി, അത് മാത്രമാണ് ഓരോ റൂമുള്ളത്. ആ റൂമാണ് അവരുടെ അടുക്കള, ഡൈനിങ് ഹാളെല്ലാം ഒരേ ഒരു റൂം മാത്രമാണ്. കൈ ഉയർത്തിയാൽ മേൽക്കൂരയിൽ തട്ടുന്ന അത്ര ചെറിയൊരു ഒരു കെട്ടിടം. അത് മാത്രമല്ല, അതിൻ്റെ വാതിലുകൾ പോലും അവർ തുണി വെച്ചാണ് മറച്ചിരുന്നത്. മുകൾ ഭാഗം ഈത്തപ്പന ഓല വെച്ച് മറച്ചു. നമുക്കറിയാം, ഈത്തപ്പന ഓല വെച്ചാൽ കൊടും തണുപ്പിലും ചൂടിലെല്ലാം അത് എത്രത്തോളം ശമനമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ വീടിനകത്തുള്ള സാധനം ഏകദേശം ഈ ഒരു രൂപത്തിലായിരുന്നു റസൂലുള്ളാഹിൻ്റെ വീടിരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത് അവർ നിർമ്മിച്ച ആ പള്ളിയുടെ, അതായത് ലളിതമായിട്ടുള്ള ആ ഒരു രൂപം, അതായത് റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ എല്ലാം ആ രൂപത്തിൻ്റെ ഏകദേശ രൂപചിത്രമാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പം അത് അതേ രൂപത്തിൽ തന്നെ നിലനിർത്തപ്പെട്ടു. പിന്നീട് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെല്ലാം മസ്ജിദുൻ നബവി അവർ വിപുലീകരിച്ചു. പക്ഷേ ഏറ്റവും വലിയ വിപുലീകരണം നടക്കുന്നത് ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം ഉമവി ഖിലാഫത്ത് കാലത്ത് പ്രസിദ്ധനായിട്ടുള്ള ഉമവി ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്താണ്. അദ്ദേഹത്തിന്റെ കാലത്ത് വളരെ വിപുലമായിട്ടുള്ള രൂപത്തിൽ അദ്ദേഹം മസ്ജിദ് നബവി മുഴുവൻ അദ്ദേഹം പുതുക്കി പണിതു. 4 ഭാഗത്തേക്കും ഏകദേശം 100 അടി നീളത്തിലും വീതിയിലെല്ലാം അദ്ദേഹം വിപുലമായിട്ട് മസ്ജിദ് നബവി മൊത്തത്തിൽ അദ്ദേഹം പുതുക്കി പണിതു. ആ ഒരു സന്ദർഭത്തിൽ ആ പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടി ആ പള്ളിയോട് ചേർന്നിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആ വീടുകൾ, ഹുജറാത്തുകളെല്ലാം അദ്ദേഹം പൊളിച്ചു നീക്കി. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന താബികളിൽപ്പെട്ട പ്രസിദ്ധരായിട്ടുള്ള പല പണ്ഡിതന്മാരും, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും ശക്തമായിട്ട് അതിനെതിരെ നിലകൊണ്ട് അവർ പല ആളുകളും വാദിച്ചു നോക്കി. റസൂലുള്ളാഹിന്റെ ആ വീടുകൾ അതേ രൂപത്തിൽ അവിടെ നിൽക്കട്ടെ, റസൂലുള്ളാഹിന്റെ ലളിത ജീവിതത്തിനുള്ള സാക്ഷിയായിട്ട് വരും കാലങ്ങളിലെ ജനങ്ങൾക്ക് കാണാൻ സാക്ഷിയായിട്ട് അത് അവിടെ നിലനിൽക്കട്ടെ എന്നെല്ലാം അവർ വാദിച്ചെങ്കിലും ഖലീഫക്ക് അത് പൊളിച്ചു നീക്കാൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ന്യായങ്ങളുണ്ടായി. നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല. ഒന്നാമതായിട്ട് നിരവധി ആളുകൾ വർദ്ധിക്കുന്നുണ്ട്, ഇസ്ലാം ആ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ രൂപത്തിൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അത് പൊളിച്ച് നീക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് വലീദ് ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹം തന്നെയാണ് ആ മസ്ജിദ് നബവിക്ക് ആദ്യമായിട്ട് 4 ഭാഗത്തും ആദ്യമായിട്ട് മിനാരങ്ങൾ പണിതെല്ലാം അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഹുജറാത്തുകളെല്ലാം പൊളിച്ച സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ, പള്ളിയോട് ചേർന്നിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറ, അതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ മയ്യത്തിരിക്കുന്നത്. ആ ഹുജറ അത് പള്ളിക്കകത്തേക്കായിട്ട് അദ്ദേഹം ചേർത്തു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പള്ളിക്കകത്തത് കാണാനുള്ള കാരണം. ആ മതിലുകൾ നീക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. ആ ഖബറുകൾ വീണ് അതിലുണ്ടായിരുന്ന ഒരു മയ്യത്തിന്റെ ഒരു കാൽഭാഗം, അതായത് മയ്യത്തിന്റെ പാദങ്ങളുടെ ഭാഗം മുകളിലേക്ക് വന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ നിലവിളിച്ചു. പിന്നീട് അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പാദങ്ങളാണെന്ന് അറിയാൻ സാധിച്ചു. അതേ രൂപത്തിലുള്ള ഉദ്ധരണികൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. അതെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദീകരിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് വളരെ ലളിതമായിട്ടുള്ള രൂപത്തിൽ അത് നിർമ്മിച്ചു. അത് നിർമ്മിച്ച സന്ദർഭത്തിൽ അതിന് പ്രധാനപ്പെട്ട 3 കവാടങ്ങൾ, 3 എൻട്രൻസുകൾ ഉണ്ടായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ബാബു റഹ്മ, കിഴക്ക് ഭാഗത്ത് ബാബു ജിബിരിൽ, അതേപോലെ തന്നെ സ്ത്രീകൾക്കായിട്ട് കിഴക്ക് ഭാഗത്ത് ബാബു നിസ. ഈ രൂപത്തിലുള്ള 3 എൻട്രൻസുകൾ അതേ പേരിൽ തന്നെ ഇന്നും മസ്ജിദ് നബവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നിരവധി ഡോറുകൾ അതിനോട് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ പള്ളിയുടെ ശ്രേഷ്ഠം നമുക്കറിയാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ ഹറം, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തീർത്ഥാടനം അനുവദിക്കപ്പെട്ട 3 ഭവനങ്ങളാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അതിലൊന്നാണ് മസ്ജിദ് നബവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ സ്വലാത്തും ഫീഹി അഫ്ളലു മിൻ അൽഫി സ്വലാത്ത് ഫീമാ സിവാഹു മിനൽ മസാജിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ വെച്ച് ആരെങ്കിലും ഒരു വക്ത് നമസ്കരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ള പള്ളികളെക്കാൾ 1000 ഇരട്ടിയാണ് അത് പ്രതിഫലം. അതിനേക്കാൾ പ്രതിഫലമുള്ള പിന്നീട് പള്ളി മസ്ജിദുൽ ഹറാം, മക്കയിലുള്ള മസ്ജിദുൽ ഹറാം മാത്രം. അവിടെ 1,00,000 റസൂലുള്ളാഹി ഒരു നമസ്കാരത്തിന് പ്രതിഫലമായിട്ട് ലഭിക്കുക. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ രൂപത്തിൽ ആ പള്ളിയുടെ പണി അവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പം മദീനയിൽ ആ പള്ളിയുടെയും അതേപോലെ തന്നെ ആ വീടിന്റെ എല്ലാം നിർമ്മാണം പൂർത്തിയായതോടുകൂടി ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തത്
മക്കയിൽ അവശേഷിച്ചിരുന്ന തന്റെ കുടുംബത്തെ മദീനയിലേക്ക് വിളിപ്പിച്ചു എന്നുള്ള റസൂലുള്ളാഹിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബാംഗങ്ങൾ ആ സന്ദർഭത്തിലും മക്കയിലുണ്ടായിരുന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരാൻ കൽപ്പിച്ചു. അവരെ കൊണ്ടുവരാൻ വേണ്ടി റസൂലുള്ളാഹി രണ്ടാളുകളെ മദീനയിൽ നിന്നും മക്കയിലേക്ക് പറഞ്ഞയച്ചു. അബൂ റാഫി അതേപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഈ രണ്ടാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സുരക്ഷിതരായിട്ട് മദീനയിൽ എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മക്കയിലുള്ളത് ഒന്ന് റസൂലുള്ളാഹിന്റെ പ്രിയ പത്നി സൗദ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മക്കളായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, റസൂലുള്ളാഹിന്റെ മകളായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിൽ തന്നെ അവശേഷിച്ചു. കാരണം സൈനബ് റളിയല്ലാഹു അൻഹയെ ഭർത്താവ് അബുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, അദ്ദേഹം വിട്ടില്ല, അദ്ദേഹം അവിടെ പിടിച്ചു വെച്ചു. റസൂലുള്ളാഹിന്റെ ഒരു മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിൽ തന്നെ അവശേഷിച്ചു. ബാക്കിയുള്ള മക്കളും അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പത്നിയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുമ്മയായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ ഉമ്മു ഐമനും അവരോടൊപ്പം, ഉമ്മു ഐമന്റെ ഭർത്താവ് കൂടെയാണ് പറഞ്ഞയക്കപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അവരുടെ സന്താനമാണ് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അതാണ് റസൂലുള്ളാഹിന്റെ കുടുംബം. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ, ഓർക്കുന്നുണ്ടാകും. സൗർ ഗുഹയിലേക്ക് അവർക്ക് വിവരങ്ങളെല്ലാം എത്തിച്ച ചെറിയ കുട്ടി അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ്, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ ദാത്തു നിതാഖൈൻ, നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ രണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് ഈ രണ്ടാളുകൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, അസ്മാ റളിയല്ലാഹു അൻഹ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഗർഭിണിയാണ്, അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ സൗർ ഗുഹയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവർ ഗർഭാവസ്ഥയിലായിരുന്നു. അപ്പം ഗർഭത്തിന്റെ അവസാന തേർഡ് ട്രൈമസ്റ്ററിലാണ് അവർ ഇരിക്കുന്നത്. അവരെ യാത്ര പൂർത്തിയാക്കി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഖുബൈലെത്തിയ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഫഖറജ്തു അന മുത്തിമുൻ, സുഹൈൽ ബുഖാരി കടന്നു വരുന്ന ഹദീസാണ്. ആ പൂർണ്ണ ഗർഭിണി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ യാത്ര ചെയ്തത്. അവർ ഖുബൈലെത്തിയ സന്ദർഭത്തിൽ അവർക്ക് പ്രസവ വേദന വന്നു. അവിടെ വെച്ചുകൊണ്ട് അവർ ആ സന്താനത്തെ അവർ പ്രസവിക്കുകയാണ്. ആ ജനിച്ചു വീണ, പിറന്നു വീണ സന്താനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ലെജൻഡായിട്ട് പിന്നീട് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് വക്കാന അവ്വലു മൗലൂദിൻ ഫിൽ ഇസ്ലാം. മദീനയിൽ ഹിജറയ്ക്ക് ശേഷം മുസ്ലിങ്ങൾക്ക് പിറന്നു വീണ ആദ്യത്തെ സന്താനായിരുന്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ആ ജനനം മുസ്ലിങ്ങൾ വല്ലാതെ സന്തോഷിച്ചു എന്നുള്ളതാണ്. ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ സുഹൈൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അസ്മാ റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെയും എടുത്ത് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. റസൂലുള്ളാഹി ആ കുഞ്ഞിനെ ചുംബിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വായിൽ ഒരു ഈത്തപ്പഴം വെച്ച് ചവച്ചതിന് ശേഷം അതിന്റെ നീര് റസൂലുള്ളാഹി ആ കുട്ടിയുടെ വായിലേക്ക് പകർന്നു കൊടുത്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്. അതായത് റസൂലുള്ളാഹിന്റെ ഉമിനീരാണ് ആ കുട്ടിയുടെ ഉദരത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെന്നത്. ആ ഒരു ഗുണം പിന്നീടുള്ള ജീവിതത്തിൽ കാണാനും സാധിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര് വായിൽ പുരട്ടി അതിനുശേഷം പ്രത്യേകമായിട്ട് ആ സന്ദർഭത്തിൽ ആ കുട്ടിക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ള. റസൂലുള്ളാഹിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബാംഗങ്ങളും മദീനയിലെത്തി. ആ മദീനയിൽ ഒരു പുതിയ അധ്യായം, അതായത് സന്തോഷത്തിന്റെ ദിനങ്ങളാണ് പിന്നീട് കടന്നു വരുന്നത്. ഇത്രയും കാലം മക്കയിൽ കഠിന പീഡനമായിരുന്നു, മദീനയിൽ ഒരു പുതിയ പ്രഭാതം അവർക്ക് ആരംഭിക്കുകയാണ്. പള്ളിയുടെ നിർമ്മാണം എല്ലാം പൂർത്തിയായി. പിന്നീട് റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ 5 നേരം നമസ്കാരവും അതേപോലെ ജുമുഅ നമസ്കാരം മറ്റുള്ള എല്ലാം പള്ളിയിൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കടന്നു വരുന്ന ഒരു ഉദ്ധരണി, ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറായി ഉപയോഗിച്ചിരുന്നത് ആ പള്ളിയുടെ അകത്തുണ്ടായിരുന്ന ഒരു മരത്തടിയാണ്. അതിലായിരുന്നു റസൂലുള്ളാഹി, അതിൽ കയറുന്നാണ് റസൂലുള്ളാഹി ഖുതുബ നിർവഹിച്ചത്. ചില സന്ദർഭത്തിൽ നമസ്കാരവും മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അതിന്റെ മുകളിൽ കയറി നിൽക്കാറുണ്ടായത്. സുജൂദിന്റെ സമയമാകുമ്പോൾ റസൂലുള്ളാഹി അതിൽ നിന്ന് ഇറങ്ങും. നമുക്കറിയാം, ഏറ്റവും നല്ല അധ്യാപകർ അവർ വീഡിയോ വിഷ്വൽസ് എല്ലാം വെച്ച് നമ്മൾ പഠിപ്പിക്കാറ്, അത് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലായിരുന്നു ഖുതുബ നിർവഹിച്ചത്. ഒരിക്കലും അവിടെ ഉണ്ടായിരുന്ന ഒരു അൻസാരി സ്ത്രീ അവർ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മിമ്പർ നിർമ്മിക്കട്ടെ. എൻ്റെ ഒരു വേലക്കാരൻ, അദ്ദേഹം നല്ലൊരു ആശാരി കൂടെയാണ്. അപ്പം അവനോട് പറഞ്ഞാൽ നല്ലൊരു മനോഹരമായിട്ടൊരു മിമ്പർ അവൻ നിർമ്മിച്ചു തരും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകി. ഒരു അല്പ ദിവസം കൊണ്ട് മനോഹരമായിട്ടുള്ള 3 പടികളുള്ള ഒരു മിമ്പർ റസൂലുള്ളാഹിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ അത് മസ്ജിദ് നബവിയിൽ അവർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പം അതിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആദ്യത്തെ ഖുതുബ നിർവഹിക്കാൻ ആരംഭിച്ച സന്ദർഭത്തിൽ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ഒരു തേങ്ങിക്കരയുന്ന ഒരു ശബ്ദം ആ പള്ളിയിൽ കൂടിയ മുഴുവൻ സ്വഹാബികളും കേൾക്കുകയാണ്. ഹദീസിൽ കാണാത്ത സ്വഹീൽ ബുഖാരിൽ മുസ്ലിമെല്ലാം കടന്നു വരുന്ന സ്വയമായിട്ടുള്ള സംഭവമാണ്, മുത്തവാത്തിറായിട്ടുള്ള സംഭവമാണ്. അവിടെയുള്ള സ്വഹാബികൾ മുഴുവൻ ആ ശബ്ദം കേട്ട് ഒരൊട്ടക കുട്ടി തേങ്ങിക്കരയുന്നത് പോലെയുള്ള ഒരു ശബ്ദം. പള്ളിയിലുള്ള മുഴുവൻ സ്വഹാബികളും ചുറ്റുഭാഗത്തേക്ക് നോക്കി ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്നത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും കാലം ഖുതുബ നിർവഹിച്ചിരുന്ന ആ മരത്തടിയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. റസൂലുള്ളാഹിന്റെ ആ പുണ്യ ശരീരത്തിന്റെ ആ സ്പർശനം, അത് നഷ്ടപ്പെട്ട ആ വിഷമം ആ മരം പ്രകടിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം മനസ്സിലായി. റസൂലുള്ളാഹ് മിമ്പറിൽ നിന്നിറങ്ങി അതിൻ്റെ അടുത്ത് പോയി റസൂലുള്ളാഹി അതിനോട് അതിനെ ആ തടിയെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ള, അതായത് ഒരു ഉമ്മ മകനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ റസൂലുള്ളാഹി ആശ്വസിപ്പിച്ച സന്ദർഭത്തിൽ ആ കരച്ചിൽ അവിടെ നിന്നു എന്നുള്ള. എന്നാൽ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഞാനതിനെ ആശ്വസിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു കരച്ചിൽ എക്കാലഘട്ടത്തും അത് തുടരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക്, അതായത് ഒരു മരത്തിൻ്റെ ഇമോഷനാണ്. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇക്കാലഘട്ടത്തിൽ നമുക്കറിയാം സസ്യങ്ങൾക്ക് ഇമോഷനും സെൻസെല്ലാം ഉണ്ടെന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. അപകടം വരുന്ന സന്ദർഭത്തിൽ പോലും ചില രാസപദാർത്ഥങ്ങളിലൂടെ സസ്യങ്ങൾ ചുറ്റുള്ള മറ്റുള്ള സസ്യങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നെല്ലാം ഏറ്റവും ആധുനികമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആശ്വസിപ്പിച്ച് അതിൻ്റെ കരച്ചിൽ നിർത്തിയെന്നുള്ളതാണ്. അതെങ്ങനെയാണ് സംഭവിക്കാമെന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവം ഇത് ഒരാൾ റിപ്പോർട്ട് ചെയ്ത സംഭവമല്ല, മുത്തവാത്തിറായിട്ടുള്ള സംഭവമാണ്. പള്ളിയിൽ കൂടിയിരുന്ന നൂറുകണക്കിന് സ്വഹാബികൾ അതിന് സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, ഇവിടെ ആ ഒരു സസ്യം അല്ലെങ്കിൽ ആ മരത്തടി അത് കരഞ്ഞ് അതിൻ്റെ വികാരം പുറത്തു വിട്ടു എന്നുള്ളതല്ല അത്ഭുതം. അതിൽ അത്ഭുതമായിട്ടിരിക്കുന്നത് അത് അവർ കേട്ടു എന്നുള്ളത് മാത്രമാണ് അത്ഭുതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല വാഴ്ത്തുന്നുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 44-ാമത്തെ വചനത്തിൽ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും സസ്യങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള കല്ലുകൾ പോലും നമുക്കറിയാത്തൊരു ഭാഷയിൽ അവർ അള്ളാഹിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ പറയുന്നുണ്ട്. അവ പ്രകീർത്തിക്കുന്ന ആ രൂപം അത് നിങ്ങൾക്കറിയില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. സസ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിട്ട് തന്നെ സൂറത്തുർ റഹ്മാന്റെ ആരംഭഭാഗത്തിൽ വന്നജ്മു വശജറു യസ്ജുദാൻ, ചെടികളും അതേപോലെ തന്നെ വൃക്ഷങ്ങളെല്ലാം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഏത് സുജൂദാണ് നമുക്കറിയില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ ആദ്യകാലത്ത് മക്കയിലുണ്ടായിരുന്ന കല്ലുകൾ പോലും സലാം പറഞ്ഞതായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉദ്ധരണിയുണ്ട്. നേരത്തെ നമ്മൾ പരാമർശിച്ചതാണ്. അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ല അത്ഭുതം, മറിച്ച് അതിലുള്ള അത്ഭുതം അത് അവർ കേൾക്കാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയെന്നുള്ള. അത്തരത്തിലുള്ള അവസരങ്ങൾ പല സന്ദർഭത്തിലായിട്ട് നൽകുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കുന്നുള്ള. മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, ഈ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള ഹസൻ അൽ ബസരി റഹിമുള്ള അദ്ദേഹം നടത്തുന്ന വല്ലാത്തൊരു ചോദ്യം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഒരു വൃക്ഷം പോലും റസൂലുള്ളാഹിന്റെ സാമീപ്യം അത്രയേറെ ആഗ്രഹിക്കുകയാണ്, അത് നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അത് തേങ്ങുകയാണ്. അതേ സന്ദർഭത്തിൽ വിശ്വാസികളായിട്ട് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നമ്മൾ എത്ര ആഗ്രഹിക്കാറുണ്ട്. റസൂലുള്ളാഹിനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കണമെന്ന് നമ്മൾ എത്ര ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ ആ മിസ്സായത് കാരണം നമ്മളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ആ സാമീപ്യം നാളെ സ്വർഗത്തിൽ ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കൊതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഒരു വൃക്ഷം പോലും അതിനാഗ്രഹിക്കുന്ന മനോഹരമായിട്ടുള്ള നിരീക്ഷണം ഹസൻ ബസരി റഹിമഹുല്ലാഹ് അത് വെച്ച് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ആദ്യത്തെ ആ ഒരു മിമ്പർ നിർമ്മിച്ചു, അത് പള്ളിയിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മറ്റൊരു ഹദീസിലും സ്വഹീൽ ബുഖാരിയിലും അതേപോലെ തന്നെ മുസ്ലിമിലും കടന്നു വരുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറയുന്നുണ്ട്, മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മസ്ജിദ് നബി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് റസൂലുള്ളാഹിന്റെ വീടിനും ആ മിമ്പറിനും ഇടയിലുള്ള ആ സ്ഥലം അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗപ്പൂന്തോപ്പിൽ ഒന്നാണെന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് അതിനെ വിശദീകരിച്ചതായിട്ടും ഇന്നും നമുക്കറിയാം. മസ്ജിദ് നബവി നമ്മൾ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ഭാഗത്ത് നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ തിരക്കും കൂട്ടുന്നതെല്ലാം നമ്മൾ കാണാറുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ആ ഒരു മിമ്പർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഈ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും തികച്ചും സന്തോഷകരമായിട്ട ദിനങ്ങളായിരുന്നു മദീനയിൽ ആരംഭകാലത്ത് ഉണ്ടായിരുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങേയറ്റം മുസ്ലിങ്ങൾ സന്തോഷിച്ചു. പക്ഷേ
അതിനിടയിൽ മുസ്ലിങ്ങൾ കേൾക്കേണ്ടി വന്ന ചില ദുഃഖങ്ങൾ, ചില മരണങ്ങൾ, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്, ആദ്യകാലത്തിന് മരണപ്പെട്ട വ്യക്തിയാണ് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. അസ്അദ് ബിൻ സുറാർ, അദ്ദേഹത്തിന്റെ കുനിയ അബൂ ഉമാമ. നേരത്തെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആദ്യമായിട്ട് കണ്ട മദീനയിൽ നിന്നെത്തിയ ആ ഒരു ചെറു സംഘം, ഒന്നാം അഖബ ഉടമ്പടിക്കും മുമ്പ് മദീനയിൽ നിന്നൊരു സംഘം വരുന്നുണ്ട്. ആ സംഘത്തിന്റെ നേതാവായിരുന്നു അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് നൽകി. ആദ്യമായിട്ട് റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് കൈവച്ച് ബൈഅത്ത് നൽകി അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്ന് മദീനയിൽ പ്രബോധനം നടത്തി. പിന്നീട് അടുത്ത വർഷം ഒരു ചെറിയ സംഘവുമായിട്ട് മക്കയിലേക്ക് പോകുന്നുണ്ട്. അതായിരുന്നു ഒന്നാം അഖബ ഉടമ്പടി. ഒന്നാം അഖബ ഉടമ്പടിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടൊപ്പം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി പറഞ്ഞയച്ചു. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ സൗകര്യം ചെയ്തു കൊടുത്തതും മിസ്അബ് റളിയല്ലാഹു അൻഹു താമസിച്ചതെല്ലാം ഈ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു. അതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോയതിനു ശേഷം പിന്നീട് ആ മദീനയിൽ അവർക്ക് പ്രാർത്ഥനയ്ക്ക്, ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയതും അവിടെ വെള്ളിയാഴ്ച ഖുത്ബയെല്ലാം നടത്തിയത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക, ആ വ്യക്തിയാണ് ആദ്യമായിട്ട് ഹിജറയ്ക്ക് ശേഷം വഫാത്താകുന്ന അൻസാരി സ്വഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണവാർത്ത കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ച് ജനാസ കുളിപ്പിച്ചതിന് ശേഷം ആ മയ്യത്ത് നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേതൃത്വം നൽകി. അതിനുശേഷം ആ ബഖീയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളാൽ തന്നെ അദ്ദേഹം ഖബറടക്കപ്പെട്ടു എന്നുള്ള, അതായത് ബഖീയിൽ ഖബറടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കുന്ന ആദ്യത്തെ ജനാസ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ മസ്ജിദ് നബവിയെ സംബന്ധിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ആ സന്ദർഭത്തിലുണ്ടായിരുന്ന ഒരു പൊതു ഖബറിസ്ഥാൻ, അതാണ് ബഖീ അൽ ഖർഖദ്. നമ്മൾ ജന്നത്തുൽ ബഖീ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിലുള്ള അതിന്റെ പേര് ബഖീ അൽ ഖർഖദ്. ബഖീ എന്ന് വെച്ചാൽ പരന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഖർഖദ് എന്ന് വെച്ചാൽ ഒരു തരം മുള്ളുമരാണ്. അത് ആ ഭാഗത്ത് കൂടുതലുണ്ടായിരുന്ന ആ ഒരു അതുകൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടാനുള്ള കാരണം. അത് ആദ്യം പള്ളിയുടെ ഒരുപാട് അകലെയായിരുന്നു. പിന്നീട് നമുക്കറിയാം പള്ളി വികസിച്ച സന്ദർഭത്തിൽ ഇന്ന് മസ്ജിദ് നബിയുടെ അടുത്തായിട്ടാണ് അത് കാണാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഭാര്യമാരും അതേപോലെ റസൂലുള്ളാഹിന്റെ സന്താനങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ 10,000-കണക്കിന് സ്വഹാബികളെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിസ്ഥാനാണ് ബഖീ അൽ ഖർഖദ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ട് ആ ഖബറടക്കാൻ വേണ്ടി, അതായത് ജനാസ കൊണ്ടുവന്ന് ആ ഖബറടക്കുന്ന ആ ക്രിയകളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു അദ്ദേഹത്തിന്റെ ഖബറടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മൂന്നാമതായിട്ട് റസൂലുള്ളാഹിനെ സമീപിക്കുന്നത്. ആ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി ബഖീലായിരിക്കുന്ന സന്ദർഭത്തിലാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പിറകെ നടന്ന് ആ പ്രവാചകത്വ മുദ്ര പരിശോധിച്ചത്. അത് ഈ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പൊ ചിന്തിച്ചു നോക്കുക, മനോഹരമായിട്ടുള്ളൊരു കാര്യം. മദീനയിൽ ആദ്യമായിട്ട് എത്തിയ സംഘത്തിൽ ആദ്യമായിട്ട് ബൈഅത്ത് നൽകിയ അതേ വ്യക്തി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഹിജറ ചെയ്ത സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് വഫാത്താകുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ജനാസ നമസ്കരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, അള്ളാന്റെ മാർഗത്തിൽ ഇസ്ലാമിന് വേണ്ടി മദീനയിൽ ആദ്യത്തെ ഭവനം, സ്വന്തം ഭവനം അദ്ദേഹം നൽകി മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്. അതേ സന്ദർഭത്തിൽ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണാനന്തര ജീവിതത്തിലേക്കുള്ള പരലോകത്തിലേക്കുള്ള ഭവനം, ഖബറിസ്ഥാൻ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിടം റസൂലുള്ളാഹിന്റെ കൈകളിലൂടെ തന്നെ ആ ജന്നത്തുൽ ബഖീൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ കൈകളാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ ഒരു സന്ദർഭത്തിൽ ബഖീൽ അദ്ദേഹത്തെ ഖബറടക്കി. മറ്റൊരു കാര്യം സൈഡായിട്ട് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ അത് മുസ്ലിങ്ങളുടെ ഒഫീഷ്യൽ ഖബറിസ്ഥാനായിട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. പിന്നീട് ഒരല്പം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് മുഹാജിറുകളിൽപ്പെട്ട, മദീനയിൽ ഹിജറയ്ക്ക് ശേഷം മരണപ്പെട്ട വഫാത്തായിട്ടുള്ള മുഹാജിറുകളിൽപ്പെട്ട ആദ്യത്തെ സ്വഹാബി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വഫാത്തായ സന്ദർഭത്തിലാണ് ആ ഒരു ഖബറിസ്ഥാൻ റസൂലുള്ളാഹി ഒഫീഷ്യലായിട്ട് ഖബറിസ്ഥാനായിട്ട് പ്രഖ്യാപിച്ചത്. ഏതായിരുന്നാലും അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖബറടക്കി എന്നുള്ളതാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഉദ്ധരണി കാണാൻ സാധിക്കും. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, എൻ്റെ ഉപ്പ ഒരുപാട് കാലം കഴിഞ്ഞ് പിന്നീട് വാർദ്ധക്യാവസ്ഥയിലായ സന്ദർഭത്തിൽ എൻ്റെ ഉപ്പയെ പല സന്ദർഭത്തിൽ അന്ധത ബാധിച്ചത് കാരണം ഞാൻ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാറുള്ളത്. ആ കൊണ്ടുപോകുന്ന സമയത്തെല്ലാം, പല സമയത്തും ബാങ്ക് വിളി കേൾക്കുന്ന സമയത്തെല്ലാം എൻ്റെ ഉപ്പ അബൂ ഉമാമക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പേരെടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതായത് അസ്അദ് ബിൻ സുറാറയ്ക്ക് വേണ്ടി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ ഉപ്പാനോട് ചോദിച്ചു,
എന്താണ് ഉപ്പ നിങ്ങൾ ബാങ്ക് കേൾക്കുന്ന സമയത്തെല്ലാം അബൂ ഉമാമയ്ക്ക് വേണ്ടി ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ ഉപ്പ മകന് കാരണം പറഞ്ഞു കൊടുക്കണം, മോനെ മദീനയിൽ ആദ്യമായിട്ട് ഞങ്ങൾ ജുമാ നമസ്കരിച്ചത്, ഞങ്ങളുടെ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതെല്ലാം അസ്അദ് ബിൻ സുറാറയായിരുന്നു. ഇപ്പോൾ പല സമയത്തും ഞാൻ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആ ഒരു സംഭവം എല്ലാം ഓർത്തു പോകുന്നുള്ള സുബ്ഹാനല്ലാഹ് മനോഹരമായിട്ടുള്ള പാടാണ്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാൾ ആദ്യമായിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരാളെ ഉംറക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് ഉംറ ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹം ഓർത്തേക്കാം, നിങ്ങൾക്ക് വേണ്ടി ആ ഓർമ്മ പല സന്ദർഭത്തിലും അത് പ്രാർത്ഥനകളായിട്ട് ഉയർന്നു വന്നേക്കാം എന്നുള്ള സുബ്ഹാനല്ലാഹ്. ഇപ്പം മദീനയിൽ ആരംഭകാലത്ത് തന്നെ വഫാത്തായിട്ട് അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വേർപാട് അത് മുസ്ലിങ്ങൾക്ക് അങ്ങേയറ്റം വിഷമുണ്ടാക്കി. അതേപോലെ തന്നെ ഹിജറ ചെയ്തെത്തിയ ഉടനെ തന്നെ വഫാത്തായിട്ടുള്ള ചില ആളുകൾ അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന് മറ്റൊരു വ്യക്തിയാണ് റസൂലുള്ളാഹിനെ ഖുബൈൽ സംരക്ഷിച്ച കുൽസും ഇബ്നു ഹിദം റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ആദ്യത്തിൽ തന്നെ മരണപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് തൊട്ടു മുമ്പായിട്ട് മരണപ്പെട്ട വ്യക്തിയാണ് ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ചും നിങ്ങൾ ഓർക്കുന്നുണ്ട്, നോട്ടെല്ലാം എഴുതുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഓർക്കാൻ സാധിക്കും. രണ്ടാം അഖബ ഉടമ്പടിക്ക് വേണ്ടി മദീനയിൽ നിന്നും ഒരു വലിയ സംഘം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ ആ സംഘത്തിൽ ഒരല്പം മുസ്ലിങ്ങളുണ്ടായിരുന്നു. ആ മുസ്ലിങ്ങൾക്കിടയിൽ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ യാത്രയിലുടനീളം അദ്ദേഹം മാത്രം ആ മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നമസ്കരിച്ചു. മറ്റുള്ള ആളുകളെല്ലാം മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവസാനം മക്കയിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനൊരു പ്രയാസം, ആളുകളെല്ലാം യാത്രയിലുടനീളം അദ്ദേഹത്തെ കൂടുതലുള്ള ആളുകൾ വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മക്കയിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നതിന്റെ ഒരു അല്പം മുമ്പ് മദീനയിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് രോഗം ബാധിതനായിട്ട് അദ്ദേഹം വഫാത്താവുകയാണ്. അപ്പം അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നിരവധി വസിയത്തുകൾ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വത്തിന്റെ 1/3 ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് എത്തുന്ന സന്ദർഭത്തിൽ അത് റസൂലുള്ളാഹിക്ക് നൽകണം. അതേപോലെ തന്നെ എൻ്റെ ഖബർ നിങ്ങൾ കഅബക്ക് നേരെ നിങ്ങൾ ആക്കണമെന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹം വസിയത്ത് നൽകിയെന്നുള്ള സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് വഫാത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹിജറ ചെയ്ത് എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി നേരെ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സന്ദർശിച്ചു. റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് പ്രത്യേക സുദീർഘമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി നമസ്കരിക്കുകയും ചെയ്തു എന്നുള്ള സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അദ്ദേഹം റസൂലുള്ളാഹിക്ക് നൽകിയ 1/3 സമ്പത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് തന്നെ അവർക്കിടയിൽ തന്നെ വീതിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചു എന്നുള്ള. ഇതായിരുന്നു മദീനയിലുള്ള ആദ്യ ദിനങ്ങൾ. ഇതേ രൂപത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് മദീനയിലെ ആരംഭ ദിനത്തിൽ ആദ്യകാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ചില മനോഹരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ മദീനയിൽ ആദ്യകാലത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട ബദറിന് മുമ്പ് നടക്കുന്ന നിരവധി പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദമായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ പറയാനുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. 1-ാമത്തെയോ 4-ാമത്തെയോ ഭാഗത്ത് പ്രത്യേകമായിട്ട് ഉണർത്തിയിരുന്നു. ഇത്രയും ഡീറ്റെയിലുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ അത് കേവലം കേട്ടുപോകുന്നതിന് പകരം പ്രധാനമായിട്ട് പറയപ്പെടുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കുക. ആ സന്ദർഭത്തിൽ മാത്രമേ വീണ്ടും അത് ആ ഒരു ഓർമ്മ പുതുക്കാനും അത് സീറയുടെ അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള ഇത്തരം വിവരങ്ങൾ നമ്മൾ എക്കാലഘട്ടത്തും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കൂ. പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് എഴുതി തന്നെ അത് രേഖപ്പെടുത്തി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ആ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതനുസരിച്ച് ജീവിച്ച് നാളെ അവരോടൊപ്പം ഒരുമിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല ആളുകളും നിരവധി പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നിരവധി ക്രൂരതകൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പള്ളികളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉയരുന്ന ആ പള്ളികൾ പോലും അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഭവനങ്ങൾ പോലും അക്രമികളായിട്ടുള്ള ആളുകൾ യാതൊരു കാരണമില്ലാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ക്രൂര പ്രവൃത്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായിട്ടുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ലോകത്തും അവർക്ക് നൽകുമാറാകട്ടെ. ഇതേ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരപരാധികളായിട്ടുള്ള ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും അർഹമായിട്ടുള്ള പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായിട്ടുള്ള പ്രതിഫലം ഇരു ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെ സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.